പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 16, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നു. ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. ഓരോ പരീക്ഷകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെന്നും അതിനുവേണ്ടി തന്നെ സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ഥിരമായിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മളെ എവിടെയും എത്തിക്കുന്നത്. അത് സ്പോർട്സ് ആയിക്കോട്ടെ, ജോബിലേക്കുള്ള ഒരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ആയിക്കോട്ടെ, എവിടെയും നമ്മുടെ സ്ഥിരമായിട്ടുള്ള പ്രയത്നമാണ് നമ്മളെ ഓരോ മേഖലയിലും എത്തിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 16 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: നരേന്ദ്രമോദി സെറ്റ് റെക്കോർഡ് വിത്ത് ലോങ്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച്. ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെ നരേന്ദ്രമോദി റെക്കോർഡ് സ്ഥാപിച്ചു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ സ്പീച്ച് ദ ലോങ്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് ആയിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം എത്ര സമയമായിരുന്നു? 103 മിനിറ്റ്. 1947 മുതൽ ചെങ്കോട്ടയിലാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 തീയതി പതാക ഉയർത്തുന്നതും. അതുപോലെ തന്നെ ആ ഒരു സ്പീച്ച്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പ്രസംഗം, ഇതിലേറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു 103 മിനിറ്റ്. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം എന്ന റെക്കോർഡ് സൃഷ്ടിച്ച 103 മിനിറ്റ് പ്രസംഗം നടത്തിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് 103 മിനിറ്റ് പ്രസംഗിച്ചുകൊണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം എന്ന റെക്കോർഡ് സൃഷ്ടിച്ചത്. 103 മിനിറ്റാണ്. മോദിക്ക് മുമ്പ് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെ റെക്കോർഡ് ഏത് പ്രധാനമന്ത്രിയാണ് നടത്തിയത്? ജവഹർലാൽ നെഹ്റു, 1947. 1947 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് 72 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 103 മിനിറ്റിന്റെ പ്രസംഗമാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം. 79ാം സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അനുസരിച്ച് രാജ്യവ്യാപകമായി സുരക്ഷാ കവചമായ മിഷൻ സുദർശൻ ചക്ര ഏത് വർഷത്തോടെ പൂർത്തിയാകും? 2035. 2035 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അതായത് സാമ്പത്തികമായിട്ടും ഇന്ത്യയുടെ ഓരോ മേഖലയിലും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മിഷൻ സുദർശൻ ചക്ര. അതായത് ഇന്ത്യൻ ഡിഫൻസിന്റെ ആ ഒരു പവർഫുൾ ആക്കുകയും ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒരു സുരക്ഷിത കവചത്തിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു മിഷൻ ആണ് മിഷൻ സുദർശൻ ചക്ര. ഈ ഒരു മിഷൻ 2035 കൂടി പൂർത്തിയാകും എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ അക്കോനോട്ട്സ് ഹോസ്റ്റ് തിരങ്ക 5000 മീറ്റർ ബിലോ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ താഴെ ഇന്ത്യൻ അക്കോനോട്ടുകൾ തിരങ്ക ഉയർത്തി. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒന്നാണ് ആസ്ട്രോനോട്ട്. അതായത് ബഹിരാകാശത്ത് പോകുന്ന വ്യക്തികളെ പറയുന്ന ഒന്നാണ് ആസ്ട്രോനോട്ട്. എന്നാൽ കടലിലേക്ക് പോകുന്ന വ്യക്തികളെ പറയുന്നതാണ് അക്കോനോട്ട്സ്. ഇന്ത്യൻ അക്കോനോട്ട്സ് സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ താഴെ തിരങ്ക ഉയർത്തി. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ അക്കോനോട്ടുകൾ സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ താഴെ മുങ്ങി ഇന്ത്യൻ പതാക നട്ടുപിടിപ്പിച്ചത് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇന്ത്യൻ അക്കോനോട്ട്സ് 5000 മീറ്റർ താഴെ ഈ ഒരു പതാക നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഇന്ത്യൻ അക്കോനോട്ടുകൾ സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ താഴെ മുങ്ങി ഇന്ത്യൻ പതാക നട്ടുപിടിപ്പിച്ചത് ഏത് ദിവസമാണ്? 2025 ഓഗസ്റ്റ് 6. 2025 ഓഗസ്റ്റ് 6 തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അതായത് 5000 മീറ്റർ താഴെ മുങ്ങിക്കൊണ്ട് ഇന്ത്യൻ പതാക നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇന്ത്യൻ പതാക നട്ടുപിടിപ്പിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയെ പിന്തുണച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയെ ഈ ഒരു മിഷനിലേക്ക് സഹായിച്ചിട്ടുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇന്ത്യൻ പതാക നാട്ടിക്കൊണ്ട് എത്ര അക്കോനോട്ടുകൾ അവരുടെ സാന്നിധ്യം അടയാളപ്പെടുത്തി? 2 അക്കോനോട്ട്സ്. 2 പേരാണ് ഈ ഒരു മിഷനിലേക്കുള്ള മുൻകൈ എടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ സപ്പോർട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്:
ഇന്ത്യ ടു അവാർഡ് 1090 പേഴ്സണൽ വിത്ത് ഗാലൻട്രി ആൻഡ് സർവീസ് മെഡൽസ്. ധീരതയ്ക്കും സേവനത്തിനുമുള്ള മെഡലുകൾ ഇന്ത്യ 1090 പേർക്ക് നൽകി. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട അവാർഡുകളാണ് നൽകിയിട്ടുള്ളത്, മെഡൽസ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എത്ര പേർക്ക് ധീരതയ്ക്കും സേവനത്തിനുമുള്ള മെഡലുകൾ നൽകി? 1090. 1090 അവാർഡ്സ് ആണ് ഈ പ്രാവശ്യത്തെ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നൽകിയിട്ടുള്ളത്. അതായത് മൊത്തത്തിലുള്ള അവാർഡുകളും മെഡൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഇത് മൊത്തം 1090 ആണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തതിന് എത്ര പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് മൂന്നാമത്തെ ഉയർന്ന യുദ്ധകാല ധീരത പുരസ്കാരമായ വീർ ചക്ര ലഭിച്ചു? 13 പേർക്കാണ്. 9 ഇന്ത്യൻ എയർഫോഴ്സ്, 4 ഇന്ത്യൻ ആർമി. 13 പേർക്കാണ് വീർ ചക്ര നൽകിയിട്ടുള്ളത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ള 7 ഇന്ത്യൻ എയർഫോഴ്സും 4 ആർമി പേഴ്സൺസിനാണ് ഈ അവാർഡ് നൽകിയിട്ടുള്ളത്. അതായത് ദ തേർഡ് ഹയസ്റ്റ് വാർ ടൈം ഗാലൻട്രി അവാർഡ് ആണ്. യുദ്ധകാല ധീരതയ്ക്കുള്ള പുരസ്കാരമായിട്ടുള്ള, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന മൂന്നാമത്തെ ഒരു ഗാലൻട്രി അവാർഡ് ആണ് വീർ ചക്ര. 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ സമാധാനകാലത്തെ രണ്ടാമത്തെ ഉയർന്ന ധീരത പുരസ്കാരമായ കീർത്തി ചക്ര എത്ര പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു? 4 കീർത്തി ചക്ര. സമാധാനകാലത്ത് നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പീസ് ടൈം ഗാലൻട്രി അവാർഡ് ആണ് കീർത്തി ചക്ര. ഇതേ അവാർഡ് തന്നെ യുദ്ധകാലത്താണ് ഇത് നൽകുന്ന അവാർഡ് ആണ് മഹാവീർ ചക്ര. രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗാലൻട്രി അവാർഡ്. ഏറ്റവും ടോപ്പിൽ വരുന്ന ഒന്നാണ് പരംവീർ ചക്ര. അത് കഴിഞ്ഞാൽ വരുന്ന മഹാവീർ ചക്ര. എന്നാൽ സമാധാനകാലത്ത് നൽകുന്ന രണ്ടാമത്തെ ഹയസ്റ്റ് അവാർഡ് ആണ് കീർത്തി ചക്ര. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാന പങ്ക് വഹിച്ച 3 സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഏത് അവാർഡ് നൽകി ആദരിച്ചു? സർവോത്തം യുദ്ധ സേവാ മെഡൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും ടോപ്പ് ലെവലിലെ ഹൈ ലെവലിലെ ഓഫീസേഴ്സ് നൽകിയിട്ടുള്ള അവാർഡ് ആണ് സർവോത്തം യുദ്ധ സേവാ മെഡൽ. ഇത് ആകെ 7 പേർക്കാണ് നൽകിയിട്ടുള്ളത്. 7 പേർക്ക് സർവോത്തം യുദ്ധ സേവാ മെഡൽ, 4 പേർക്ക് കീർത്തി ചക്ര, കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ പങ്കെടുത്ത് വന്നിട്ടുള്ള 13 പേർക്ക് നൽകിയിട്ടുള്ള അവാർഡ് ആണ് വീർ ചക്ര. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്: തത്രാക്ഷക് മെഡൽ ടു 5 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പേഴ്സണൽ. 5 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് തത്രാക്ഷക് മെഡൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ്, മെഡൽ ആണ് തത്രാക്ഷക് മെഡൽ. ഈ പ്രാവശ്യം 5 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എത്ര പേർക്ക് തത്രാക്ഷക് മെഡൽ ലഭിച്ചു? 5 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ. തത്രാക്ഷക് എന്ന മെഡൽ ലഭിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർക്കാണ്. ഈ പ്രാവശ്യം 5 പേർക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന തത്രാക്ഷക് മെഡലിന് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് തത്രാക്ഷക് മെഡൽ അർഹരായിട്ടുള്ളവർക്ക് നൽകുന്ന അപ്രൂവൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? രാഷ്ട്രപതിയുടെ തത്രാക്ഷക് മെഡൽ. തത്രാക്ഷക് മെഡൽ ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മെഡൽ. 2025 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ആദ്യമായി എത്ര അഗ്നിവീർമാർക്ക് ഗാലൻട്രി അവാർഡ് ലഭിച്ചു? 2 അഗ്നിവീർമാർക്ക് സേനാ മെഡൽ ലഭിച്ചു. ആദ്യമായിട്ടാണ് അഗ്നിവീർ എന്ന ആ ഒരു അഗ്നിപത്തിന്റെ സ്കീമിൽ വന്നിട്ടുള്ളവർക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. അഗ്നിവീർ 2 പേർക്കാണ് ആദ്യമായിട്ട് ഗാലൻട്രി അവാർഡ് ലഭിച്ചിട്ടുള്ളത്, സേനാ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇതുവരെയിട്ടും കൊടുക്കാത്ത ഒന്നാണ് അഗ്നിവീർമാർക്ക്. എന്നാൽ ആദ്യമായിട്ട് ഈ പ്രാവശ്യത്തെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകിയിട്ടുള്ള 2 ഗാലൻട്രി അവാർഡ് ആണ്, സേനാ മെഡൽ ആണ് അഗ്നിവീർസ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ മാസ്കറ്റ് ലോഗോ അൺവീൽഡ്. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ മാസ്കറ്റ് ലോഗോ അനാച്ഛാദനം ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 14 ശ്രീനഗറിൽ അനാച്ഛാദനം ചെയ്ത ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ചിഹ്നം എന്തായിരിക്കും? ഹിമാലയൻ കിങ്ഫിഷർ. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ചിഹ്നം അനാച്ഛാദനം ചെയ്തു. ഹിമാലയൻ കിങ്ഫിഷർ ആണ് ഈ പ്രാവശ്യത്തെ, അതായത് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ ചിഹ്നം. 2025 ഓഗസ്റ്റ് 21 മുതൽ ഓഗസ്റ്റ് 23 വരെ
ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ എവിടെ നടക്കും? ശ്രീനഗർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്നിങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഖേലോ ഇന്ത്യ ആണ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ. ഇത് നടക്കാൻ പോകുന്നത് ശ്രീനഗറിലാണ്. ആദ്യത്തെ ഒരു ഫെസ്റ്റിവൽ ആണ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 21 മുതൽ ഓഗസ്റ്റ് 23 വരെയാണ് ഇത് നടക്കാൻ പോകുന്നത്. ശ്രീനഗറിൽ വെച്ചാണ്. ഖേലോ ഇന്ത്യ കുടക്കീഴിൽ ആദ്യത്തെ വാട്ടർ ഗെയിംസ് പരിപാടി ആരാണ് സംഘടിപ്പിച്ചത്? ജമ്മു കാശ്മീർ സ്പോർട്സ് കൗൺസിൽ, സായ്, യുവജനകാര്യ കായിക മന്ത്രാലയം. ജമ്മു കാശ്മീർ സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് സായ്, യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ഖേലോ ഇന്ത്യ അതായത് ആദ്യത്തെ ഒരു വാട്ടർ സ്പോർട്സ് ഗെയിംസ് ഇന്ത്യയിൽ നടത്തുന്നത്. ഇത് ശ്രീനഗറിലാണ്. ആദ്യത്തെ ഖേലോ ഇന്ത്യ ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 2018 ഖേലോ ഇന്ത്യ സ്കൂൾസ് ഗെയിംസ് എന്ന പേരിൽ. 2018 ഖേലോ ഇന്ത്യ. അന്ന് സ്കൂൾ ഗെയിംസ് എന്ന പേരിൽ ആരംഭിക്കുകയും 2019 അത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന പേരിൽ ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് എന്നിങ്ങനെ നിരവധി മേഖലയിലും അത് വ്യാപിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നാണ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.